ഇപ്പോൾ കാലം മാറി വരികയാണ്. ഇക്കാലത്ത് ആൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് 30 വയസ്സ് വരെയെങ്കിലും ആരും തങ്ങളോട് വിവാഹക്കാര്യം ചോദിക്കരുത് എന്നാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ആൺകുട്ടികൾ 30 വയസ്സിന് ശേഷം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? 21 വയസ്സിൽ ആൺകുട്ടികൾ വിവാഹിതരാകുന്ന ഒരു കാലമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ചില ആൺകുട്ടികൾ 30 വയസ്സ് വരെ വിവാഹം കഴിക്കാൻ തയ്യാറല്ല. ഈ 6 കാരണങ്ങൾ കൊണ്ടാണ് 30 വയസ്സ് വരെ വിവാഹം കഴിക്കാൻ ആൺകുട്ടികൾ തയ്യാറാകാത്തത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. 1. സാമ്പത്തികമായി മെച്ചപ്പെടാനുള്ള സമയം. സാമ്പത്തികമായി മെച്ചപ്പെടാത്തതാണ് ആൺകുട്ടികളുടെ വിവാഹം വൈകാനുള്ള പ്രധാന കാരണം. ഓരോ ആൺകുട്ടിയുടെയും ആദ്യ ശ്രദ്ധ അവൻ്റെ കരിയറിലാണ്. ഭാവിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ വിവാഹത്തിനും മറ്റ് ഉത്തരവാദിത്തങ്ങൾക്ക് മുൻപ് ഒരു നല്ല ജോലിയോ ബിസിനസ്സിലോ ഭാവി ഉറപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. വിവാഹത്തിനു ശേഷം വരുന്ന സാമ്പത്തിക ചെലവുകളെക്കുറിച്ചാണ് അവർ ഓർക്കുന്നത്. നല്ല ജോലിയും സാമ്പത്തികവുമില്ലെങ്കിൽ വിവാഹം കഴിച്ചാൽ അത് പ്രശ്നങ്ങളിലേക്ക് മാത്രമേ എത്തുകയുള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നു. 2. ജീവിതം സ്വതന്ത്രമായി ആസ്വദിക്കാനുള്ള അവസരം. വിവാഹം കഴിഞ്ഞ് ആൺകുട്ടികൾ സ്വതന്ത്രമായി ജീവിക്കുന്നില്ല എന്നല്ല ഇതിനർത്ഥം. വിവാഹത്തിന് മുൻപ് അവർക്ക് വീടിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ നിയന്ത്രണങ്ങൾ വളരെ കുറവാണ്. അവർക്ക് ആശങ്കകളില്ലാതെ എവിടെയും പോകാം, കൂട്ടുകാരുമൊത്ത് കറങ്ങാം, അവർക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അതുകൊണ്ടാണ് ഇക്കാലത്ത് ആൺകുട്ടികൾ വൈകി വിവാഹം കഴിക്കുന്നത്. പെട്ടെന്ന് വിവാഹം കഴിച്ചാൽ ബാധ്യതകൾ വരുമെന്നോർത്തുകൊണ്ടും ചിലർ വിവാഹത്തിന് വൈകിയാണ് സമ്മതിക്കുന്നത്. 3. ശരിയായ പങ്കാളിയെ തിരയുക. ചിലർ നേരത്തെ വിവാഹം കഴിക്കുകയും പിന്നീട് പരസ്പര ഭിന്നതകൾ മൂലം വിവാഹമോചനം നേടുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ആൺകുട്ടികളുടെ ചിന്താഗതിയിൽ മാറ്റം വന്നു തുടങ്ങി എന്നാണ് പഠനങ്ങൾ പറയുന്നത്. 30 വയസ്സിന് ശേഷം അവർ തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടി ബുദ്ധിയും പക്വതയും ഉള്ളവളായിരിക്കും എന്നതാണ് ഇതിൻ്റെ ഗുണം. തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടിക്ക് നല്ല പക്വത വേണം എന്നവർ ആഗ്രഹിക്കുന്നു. കൂടാതെ ഇരുവരും തമ്മിലുള്ള ധാരണയും മികച്ചതായിരിക്കും. 4. പക്വത. ചിലർ ഉത്തരവാദിത്തം തിരിച്ചറിയുന്നത് പ്രായം കൊണ്ടല്ല, കാലത്തിനനുസരിച്ചാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കാലക്രമേണ നേടിയ ജ്ഞാനം ഉപയോഗിച്ച് ഭാവിയെക്കുറിച്ചും കരിയറിനെ കുറിച്ചുമൊക്കെ ചിന്തിക്കാൻ ആൺകുട്ടികൾക്ക് ധാരാളം സമയം ലഭിക്കുന്നു എന്നതാണ്. 5. സ്വയം അറിയാനുള്ള അവസരം. വൈകി വിവാഹം കഴിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല നേട്ടം സ്വയം തിരിച്ചറിയാനുള്ള മുഴുവൻ അവസരവും അവർക്ക് ലഭിക്കുന്നു എന്നതാണ്. നിങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് സ്വയമേ ലഭിക്കും. ഭാവിയിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നും ശാന്തമായി ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. 5. കാലത്തിനനുസരിച്ച് ചിന്തയും മാറുന്നു. കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ ചിന്തയും മാറും എന്നതിൽ സംശയമില്ല. 20-ാം വയസ്സിൽ നഷ്ടപ്പെട്ടതെല്ലാം 40-ാം വയസ്സിൽ തുല്യമായി നഷ്ടപ്പെടണമെന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ ഒരു നിശ്ചിത പ്രായത്തിലെത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഗൗരവമായി എടുക്കാൻ തുടങ്ങും. 6. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സമയം. നിങ്ങൾ വൈകി വിവാഹം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. കുടുംബ പ്രശ്നങ്ങളാൽ ചുറ്റപ്പെടുന്നതിനു പകരം നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നതിന് കഴിയും. വിവാഹം, കുടുംബം, ബാധ്യതകൾ എന്നിവയെല്ലാം വരുമ്പോൾ ഒരു പക്ഷേ ചിലർക്ക് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു എന്നു വരില്ല.